ഇനി നമ്മൾ വീണ്ടും തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്. തമിഴ്നാട് സർക്കാർ രൂപീകരണത്തിന് ഉപാധികളില്ലാതെ ടിവികെ പിന്തുണച്ചിരിക്കുകയാണ് CPI. ഇന്ന് ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിലാണ് തീരുമാനം. പിന്തുണ അറിയിച്ച് CPI ടിവികെക്ക് കത്ത് നൽകിയിട്ടുണ്ട്. സുസ്ഥിര മതേതര ജനാധിപത്യ സർക്കാർ രൂപീകരിക്കാൻ പിന്തുണയ്ക്കുമെന്ന് കത്തിൽ പറയുന്നുണ്ട്. 2 MLA-മാരാണ് CPI-ക്കുള്ളത് എന്ന് പറയുമ്പോൾ വിജയ്ക്ക് കൂടുതൽ പിന്തുണ വരുന്നു. വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്നതിന്റെ സാധ്യത വർദ്ധിക്കുകയാണ്. ഇനി ഏറ്റവും നിർണായകമാവുക VCK-യുടെ നിലപാടാണ്. VCK യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം ആ നിലപാട് കൂടി അറിയുമ്പോൾ അത് വിജയ്ക്ക് അനുകൂലമാകും എന്നൊരു സാധ്യത ഏറിയേറി വരികയാണ്. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മനേഷ്, കോൺഗ്രസിന്റെ പിന്തുണ ഉപാധികളോടെയായിരുന്നു. 2 മന്ത്രിസ്ഥാനം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് 5 MLA-മാർ വിജയ്ക്കൊപ്പം ചേർന്നത് കോൺഗ്രസിൽ നിന്ന്. പക്ഷേ ഇപ്പോൾ CPI പറയുന്നു ഉപാധികളൊന്നുമില്ല, അല്ലാതെ തന്നെ ടിവിക്ക് പിന്തുണയ്ക്കാം. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എന്തുകൊണ്ട് CPI അവിടെ എത്തി? വിശദാംശങ്ങൾ. പ്രവിധ CPI-യുടെ കത്തിൽ പറയുന്നത്, പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള കത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉപാധികളില്ലാത്ത അൺകണ്ടീഷണൽ ആയിട്ടുള്ള സപ്പോർട്ട് നൽകുന്നു. അത് വിജയ്ക്ക് അല്ലെങ്കിൽ തമിഴക വെട്ടിക്കഴകത്തിന് സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു സപ്പോർട്ടാണ്, പിന്തുണയാണ് നൽകുന്നത്. മതേതര ജനാധിപത്യ സർക്കാർ ഉണ്ടാക്കാനുള്ള ഒരു അത്തരത്തിലുള്ള ഒരു സർക്കാരിന് വേണ്ടിയുള്ള ശ്രമം, അതിനുവേണ്ടിയുള്ള പിന്തുണ മാത്രമാണ് നൽകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഒരു തരത്തിലുള്ള ഉപാധികളും ഇതുമായി ബന്ധപ്പെട്ട് വെച്ചിട്ടില്ല. കോൺഗ്രസ് ആദ്യഘട്ടത്തിലാണ് 2 മന്ത്രിസ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ, അത്തരത്തിലുള്ള ഉപാധികളെല്ലാം വെച്ചിരുന്നത്. പക്ഷേ 2ാം ഘട്ടത്തിൽ, അതായത് DMK-യുമായി വലിയ തോതിലുള്ള ചർച്ച, DMK TVK-യുമായി സഖ്യമുണ്ടാക്കും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്താണ് കോൺഗ്രസ് ഈ DMK സഖ്യം വിട്ട് തിരികെ ഈ പറഞ്ഞ TVK സഖ്യത്തിലേക്ക് വരുന്നത്. ആ സമയത്ത് നൽകിയ കത്തിൽ പറയുന്നത് മറ്റ് വർഗീയ പാർട്ടികളുമായി കൂട്ടുകൂടരുത് എന്നൊരു ഉപാധി മാത്രമാണ് കോൺഗ്രസ് എന്തായാലും മുൻപോട്ട് വെച്ചിട്ടുള്ളത്. എന്തായാലും അർഹമായ പ്രാതിനിധ്യം ഇവർക്കൊക്കെ നൽകുമെന്നുള്ളത് ഈ TVK-യുടെ നേതാക്കൾ എന്തായാലും പറയാതെ പറയുന്നുണ്ട്. ആ രീതിയിൽ എന്തായാലും 2 സീറ്റുകളാണ് ഇപ്പോൾ CPI-ക്കുള്ളത്. ആ 2 സീറ്റുകളുടെ പിന്തുണയാണ് എന്തായാലും പ്രഖ്യാപിച്ചിരിക്കുന്നത്. 115 സീറ്റുകളുടെ പിന്തുണയാകുന്നു, അല്ലെങ്കിൽ 115 സീറ്റുകളാവുന്നു TVK-ക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്പസമയത്തിന് ശേഷം CPI-എമ്മിന്റെ ഭാഗത്തു നിന്നും സമാനമായ നിലപാട് തന്നെയാകും ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് കേന്ദ്രത്തിന്റെ ഒരു ഇടപെടൽ, കേന്ദ്ര കമ്മിറ്റിയുടെ ഒരു ഇടപെടൽ, അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയുടെ നിർദ്ദേശം ആ രീതിയിലാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും ആ രീതിയിൽ ഇനിയിപ്പോൾ 2 സീറ്റുകളുടെ കൂടെ ഒരു പിന്തുണ എന്തായാലും വരുന്നു. അങ്ങനെ 117 സീറ്റുകൾ, ഇന്നിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും 117 സീറ്റുകളുടെ പിന്തുണ തമിഴക വെട്ടിക്കഴകത്തിനാവും. വിജയ്ക്ക് സർക്കാർ രൂപീകരിക്കാൻ ആവശ്യം പിന്നീട് 2 സീറ്റുകൾ മാത്രമാണ്. അതെന്തായാലും VCK-യുടെ തീരുമാനം ഇന്ന് പുറത്തു വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. VCK-യുടെ ഭാഗത്തു നിന്നും ഒരു ഡിമാൻഡ് ഉണ്ട് എന്നുള്ളതും നമുക്ക് അത്തരത്തിലുള്ള സൂചനകളും എന്തായാലും പുറത്തു വരുന്നുണ്ട്. ആ ഡിമാൻഡ് എന്ത് എന്നുള്ളതൊക്കെ ഒരുപക്ഷേ ഇന്നത്തെ യോഗത്തിന് ശേഷം തോൾ തിരുവാവലൻ തന്നെ പറയുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും 5 മണിക്കാണ് VCK-യുടെ യോഗം ചേരുന്നത്. ആ യോഗത്തിന് ശേഷമായിരിക്കും മറ്റു തീരുമാനങ്ങളിലേക്ക് പോകുക. പക്ഷേ പ്രഖ്യാപനം, അതായത് പിന്തുണയാണെങ്കിൽ അത് ആ യോഗത്തിൽ എന്താണോ തീരുമാനം, ആ തീരുമാനത്തിന്റെ പ്രഖ്യാപനം വരിക നാളെ ആയിരിക്കും എന്നുള്ളതാണ് തോൾ തിരുമാവലവൻ പറയുകയും ചെയ്തത്. എന്തായാലും സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. 18ാമത്തെ മുഖ്യമന്ത്രിയായി, സംസ്ഥാനത്തിന്റെ 18ാമത്തെ മുഖ്യമന്ത്രിയായി ജോസഫ് വിജയ് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ ദിവസങ്ങൾ നീണ്ട, അതായത് 4-ാം തീയതി റിസൾട്ട് വരുന്നു, അതിനുശേഷം നീണ്ട ഒരു അനിശ്ചിതാവസ്ഥ എന്തായാലും നീങ്ങുന്നു. മാത്രമല്ല ഇന്നിപ്പോൾ അല്പസമയത്തിന് ശേഷം ഗവർണറെ കാണാനുള്ള ഒരു തീരുമാനം, അല്ലെങ്കിൽ ആ ഒരു അനുമതി എന്തായാലും വിജയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു പിന്തുണ കൂടി ചേർത്തായിരിക്കുമോ നൽകുക എന്നുള്ളതാണ് ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം. 4:30 നേരത്തെ കാണുമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ അതിന്റെ സമയം മാറിയിട്ടുണ്ട്. 6 മണി എന്നുള്ളൊരു സമയത്തിലേക്ക് അതെന്തായാലും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ CPI-യുടെയും CPM-ന്റെയും പിന്തുണ കത്തുകൂടി ചേർത്തുകൊണ്ടാണോ ഇനിയിപ്പോൾ ഗവർണറെ കാണാൻ പോവുക വിജയ് എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. എന്തായാലും അനിശ്ചിതാവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു അനിശ്ചിതാവസ്ഥ എന്തായാലും ഒഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സർക്കാർ രൂപീകരണത്തിലേക്ക് എന്തായാലും തമിഴക വെട്ടിക്കഴകം കടക്കുന്നു. കോൺഗ്രസിന്റെയും CPI ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.